ഹലോ, അമ്മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉഴുന്നുവടയാണ്. അതിനായി 3 മണിക്കൂർ നേരം കുതിർത്ത് വെച്ച ഉഴുന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് തരിയുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുട്ടുപൊടിക്കുള്ള തരിയുള്ള അരിപ്പൊടി. പിന്നീട് ഒരു 2 സവാള കനം കുറച്ചരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി കനം കുറച്ചരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, ജീരകം, കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നീട് ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാക്കി വയ്ക്കുക. അതിനുശേഷം ഉഴുന്നുവട തയ്യാറാക്കാം. ഉഴുന്നുവട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുവട ചട്നിയുടെയും ചമ്മന്തിയുടെയും കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അമ്മാസ് വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് തീ കൂട്ടി വയ്ക്കാൻ പാടില്ല. മീഡിയത്തിലിട്ടിട്ട് വേണം ഉഴുന്നുവട തയ്യാറാക്കാൻ. അല്ലെങ്കിൽ പുറം മുരിഞ്ഞും അകം വേകാതെയും ഇരിക്കും. ചെറിയ തീയിലാണെങ്കിൽ നല്ല ക്രിസ്പിയായി ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ഉഴുന്നുവടയാണ്. ഇതുപോലെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം. ഉഴുന്നുവട തയ്യാറായി.